ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങയുടെ ഇല കൊണ്ട് ഒരു തോരൻ വയ്ക്കാം കേട്ടോ. കുറച്ച് മത്തങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. കുറച്ച് പയറും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതിനാവശ്യമായ ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10-20 ചുളയുണ്ട്. കുറച്ച് ഉള്ളി വേണം ഇതിന്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ മതി നമുക്ക്. ഉണ്ട്, ഇത്തിരി തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം ഒന്ന് അരിഞ്ഞെടുത്തോട്ടെ കേട്ടോ. എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് വേഗം അരിയാൻ പറ്റുമല്ല. കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് ഞാൻ കൊട്ടയിൽ വാരി വെച്ചതാണ്. അപ്പം ഇത് നല്ലോണം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. വളരെ നല്ലൊരു കറിയാണിത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ചെമ്മീനൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നല്ലപോലെ അരിഞ്ഞെടുക്കും. നാരുള്ള ഇലയാണിത്. നല്ല നാരുണ്ട് ഈ മത്തങ്ങയുടെ ഇലയ്ക്ക്. അപ്പോൾ കഴിച്ചാലും നല്ല, ശരീരത്തിനും നല്ലതാണ്. നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ എല്ലാം അരിഞ്ഞെടുക്കണം. വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. എല്ലാം കൂട്ടിപ്പിടിച്ച് നല്ലോണം അരിഞ്ഞെടുക്കാം. ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല കേട്ടോ. അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല ഇത്. അപ്പം എല്ലാവരും അമ്മമാരുണ്ടെങ്കിൽ മത്തങ്ങയില കൊണ്ട് തോരൻ വെച്ചൊക്കെ കൊടുത്തു നോക്കും. അവരെ ഈ ടേസ്റ്റൊക്കെ അറിയണ്ടേ. പഴയ കാലത്തിലേക്കൊന്ന് പോട്ടെ പിള്ളേരൊക്കെ. അരിഞ്ഞെടുക്കട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. നമുക്കിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും കൂടി അരിയാനുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കൊട്ടയിലേക്ക് തന്നെ ഇടാം നമുക്ക്. പയറും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുണ്ടാവും കേട്ടോ. പയറ് കുറച്ചെടുത്തിട്ടുണ്ട്. പയറും കൂട്ടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിത് മാറ്റി വെക്കാം. ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിക്കോട്ടെ. ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇടണില്ല കേട്ടോ. ഇതിനകത്ത് ഉള്ളിയാണ് ചേർക്കുന്നത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെന്നുണ്ട്.
നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. ചുമന്ന കളറാവണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളി ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇല ഇട്ട് കൊടുക്കാം നമുക്ക്. മത്തങ്ങയുടെ ഇലയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം കറി വെച്ചാൽ. ഇതൊന്ന് നമുക്ക് കൊത്തി വെച്ച് കൊടുക്കാം. തിരി താത്തിയും കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമുക്കിനി തേങ്ങ ഒതുക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയും കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം പച്ചമുളക് ഇനി ഇതിനകത്ത് ചേർക്കണ്ട കേട്ടോ. കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പം ഈ തോരൻ എടുക്കുമ്പോഴേക്കും കുറച്ച് ഉപ്പ് വേണമല്ലോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലായിടത്തും യോജിച്ചോളും. ഇതൊന്ന് പയ്യെ കറക്കിയെടുക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങ കറക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. എന്താ തേങ്ങ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കറക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇല വെന്തിട്ടുണ്ടാവും. നമുക്ക് ഈ പയറും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് താളിക്കുമ്പോൾ ഉഴുന്നുപരിപ്പോ അരിയൊക്കെ ചേർക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാൻ ഇതിനകത്ത് പയറ് ചേർത്തേക്കണോണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ വറക്കുമ്പോൾ ഉള്ളി താളിക്കുമല്ലോ. അപ്പം നമ്മൾ ഉഴുന്നുപരിപ്പോ വല്ല അരിയ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ സാധനം. ഒന്ന് ചെറുതായിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ. തേങ്ങ ചേർത്തതല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാവട്ടെ.
അപ്പം ഇത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഈ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. സ്റ്റൗ ഓഫാക്കുവാണ്. ഉണ്ടല്ലോ, മത്തങ്ങയുടെ ഇലയും പയറും കൂടി തോരൻ വെച്ചതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. മത്തങ്ങയുടെ തണ്ടുള്ളവർ എല്ലാവരും എടുത്ത്, പൂവാണെങ്കിലും കറി വയ്ക്കാം കേട്ടോ. പൂവും തോരൻ വയ്ക്കാം, അതിൻ്റെ ഇലയും തോരൻ വയ്ക്കാം. ചെമ്മീനൊക്കെ ഇട്ട് തോരൻ വെച്ച അടിപൊളി ടേസ്റ്റാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരേക്കും ബൈ.